Hi everyone, this is me, Casac Benjali. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വലിയ സ്വപ്നം ഉണ്ടാകണമെന്ന് പലരും പറയാനുള്ള കാരണം? നമ്മുടെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്, വലിയ സ്വപ്നം ഉണ്ടാവണം, വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, വലിയ ഗോൾ ആയിരിക്കണം, ചെറിയ ഗോൾ ആവരുത് എന്ന് പറയാറുണ്ട്. ഞാൻ പല മനുഷ്യരുടെയും ജീവിത കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ പഠിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അല്ലെങ്കിൽ പല മനുഷ്യന്മാരുടെയും ജീവിത പ്രശ്നങ്ങൾ നേരിട്ട് പല പ്രോഗ്രാമിലും കൗൺസിലിംഗ് പ്രോഗ്രാമുകളിലെല്ലാം അനുഭവിക്കാൻ അവസരം കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ അറിയാതെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു ഗോൾ ഫിക്സ് ചെയ്യുകയും അത് നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഗോൾ എന്ന് പറയുമ്പോൾ, എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ നേടി, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടുക എന്നതായിരുന്നു എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് PSC എക്സാമൊക്കെ എഴുതി, അത് നേടി, ഇനി എന്താ ഗോൾ, ഇനി പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, ആ ജോലിയിൽ അങ്ങനെ ജീവിച്ചു പോവുക. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഗവൺമെൻറ് ജോലി നേടുന്നതിനെ കുറിച്ചല്ല അബദ്ധമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ചെറിയ ഗോൾ, നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാത്ത, നിങ്ങളെ ചാലഞ്ച് ചെയ്യാത്ത, നിങ്ങളെ വെല്ലുവിളിക്കാത്ത, നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കാത്ത ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയും അത് നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈം. എന്തുകൊണ്ടാണ് വലിയ സ്വപ്നം ഉണ്ടാകണമെന്ന് പറയാൻ കാരണം, യു ഷുഡ് ഹാവ് എ ബിഗ് ഗോൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇതാണ്. സാധാരണ ചെറിയ ഗോൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഒരു മനുഷ്യന് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അയാളെ നിരന്തരമായിട്ട് പരിവർത്തിച്ചൊരു ബെസ്റ്റ് യു ഹാവ് ടു പ്രൊഡ്യൂസ്, അല്ലേ? നിങ്ങൾക്കൊരു വലിയ ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത്ര എളുപ്പമല്ല. IAS കാരനാവണം, അല്ലെങ്കിൽ 100 കോടി രൂപയുടെ ബിസിനസ് ഓണർ ആവണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്താൽ പറ്റില്ല. നിങ്ങളുടെ സാധാരണ ഹാബിറ്റ് പറ്റില്ല, നിങ്ങളുടെ സാധാരണ കഴിവ് പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ആ കഴിവെല്ലാം നേടാൻ കഴിയുമെന്നല്ല, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ IAS കാരനാകാൻ പറ്റുമെന്നല്ല. നിരന്തരമായി നിങ്ങൾ എവോൾവ് ചെയ്തുകൊണ്ട് ഓരോന്നിൽ നിന്നും ഒരു ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ആ എവല്യൂഷൻ പ്രോസസ്സിന് നിങ്ങളെ പാകമാക്കുന്നു, തയ്യാറാക്കുന്നു എന്നുള്ളതാണ് വലിയ ഗോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ ഉയരത്തിലേക്ക് നിരന്തരമായിട്ട് നമ്മളെ തന്നെ പോളിഷ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ, കാരണം ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ബെസ്റ്റ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി നിരന്തരം നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയ വ്യക്തിയായിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും നമ്മുടെ സ്കില്ല് മാറിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും നമ്മുടെ കോണ്ടാക്റ്റുകൾ, നമ്മുടെ റിലേഷൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കും, ഓരോ വർഷവും നമ്മുടെ വരുമാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഓരോ വർഷവും നമ്മളെന്ന് പറയുന്ന വ്യക്തി കൂടുതൽ കോമ്പിറ്റന്റ് ആയ, കൂടുതൽ സ്കിൽഫുൾ ആയ, കൂടുതൽ ഹാപ്പി ആയ, കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന, കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ഒരു വ്യക്തി, നിങ്ങൾ അവരുടെ ജീവിത കഥ പരിശോധിച്ച് നോക്കണം. വളരെ വ്യക്തമായിട്ടൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു, നിരന്തരമായ പരിശ്രമത്തിലൂടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള നിരന്തരമായ പരിവർത്തനങ്ങൾ, കൂടുതൽ അറിവ് നേടി, കൂടുതൽ കഴിവ് നേടി, കൂടുതൽ ആളുകളുമായി മിങ്കിൾ ചെയ്ത്, വലിയ ബിസിനസ് ഓണേഴ്സും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, നിരന്തരമായ പ്രോസസ്സിലൂടെ ഇവോൾവ് ചെയ്ത് ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ബിഗ് ഗോൾ ഉണ്ടാകണമെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം. ബിക്കോസ് ഓരോ വലിയ സ്വപ്നവും വലിയ ഗോളും നമ്മൾ ഓരോ ദിവസവും പുതിയ മനുഷ്യനാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ചെറിയ ഗോളാണെങ്കിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഒരിക്കലും ചാലഞ്ച് ചെയ്യില്ല. നിങ്ങളെ കഴിവ് എത്രയാണോ ഉള്ളത് അവിടെ തന്നെ നിങ്ങൾ സ്റ്റെക്കായി പോകും, അത് താഴേക്ക് പോകും. മനുഷ്യന്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, ഇഫ് യു ആർ നോട്ട് അപ്ഗ്രേഡിങ് യുവർ സെൽഫ്, യു ആർ ആക്ച്വലി ഡൗൺഗ്രേഡിങ്. ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ പുതിയ കഴിവ് ആർജിക്കണമെന്നിരിക്കെ, ഓരോ ദിവസവും ഒരു വർഷം മുൻപുള്ള കഴിവല്ല നിങ്ങൾക്ക് ഇന്ന് 2020, 2021, 2022 നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. പാൻഡമിക് സിറ്റുവേഷന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന കഴിവ്, നമ്മുടെ കോമ്പിറ്റൻസ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ലെങ്കിൽ യു ആർ ആക്ച്വലി ഡിക്ലൈനിങ് യുവർ ലൈഫ്, യു ആർ നോട്ട് അപ്ഗ്രേഡിങ് യുവർ ലൈഫ്. സോ ഫസ്റ്റ് റീസൺ, if you have a big goal, that will help you to create best self. നിങ്ങളെന്ന് പറയുന്ന ഏറ്റവും മികച്ച വ്യക്തിയെ കണ്ടെത്താൻ വലിയ ഗോൾ സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തത് പേഴ്സണൽ എക്സലൻസ്. വലിയ ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ എക്സലൻസിലേക്ക് നിങ്ങൾ അറിയാതെ ഫോക്കസ്ഡ് ആവും. സോ എവറി വർക്ക് ഓഫ് ലൈഫ്, എവറി ഡേ ഓഫ് ലൈഫ്, യു വിൽ ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് മോർ വാല്യൂ, ക്രിയേറ്റിംഗ് മോർ എക്സലൻസ്, ക്രിയേറ്റിംഗ് മോർ റിസൾട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ ആൻഡ് മോർ ഇമ്പാക്ട്. Every month you will produce a new you. Every year you can create a new you.
യുവർ കോണ്ടാക്ട് വിൽ ചേഞ്ച്. 10 വർഷം കഴിയുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റം വന്നു കേട്ടോ, നീ ആളാകെ മാറി, വലിയ ആളായല്ലോ എന്ന് പറയുന്നത് ചെറിയ ഗോളുള്ള ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ചെറിയ ഗോളുള്ള ഒരു വ്യക്തിയോടല്ല, വലിയ ഗോളുള്ള വ്യക്തിയോടാണ്. വലിയ ഗോൾ ഉണ്ടാകണമെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലീഡർ ആകണമെങ്കിൽ, നിങ്ങളുടെ ഏരിയയിൽ ലീഡർ ആകണമെങ്കിൽ അത് ചെറിയ ഗോളും കൊണ്ട് പോയാലൊന്നും നടക്കില്ല. കാരണം ചെറിയ ഗോൾ എന്ന് പറയുന്നത് ക്രൗഡഡ് ഏരിയയാണ്. ഒരു സ്ട്രീറ്റിൽ, ഒരു നഗരത്തിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ സ്ട്രീറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ വരുമാനക്കാരായ ആളുകൾ ജീവിക്കുന്നിടത്താണ്, കുറഞ്ഞ സ്വപ്നങ്ങളുള്ള ആളുകൾ ജീവിക്കുന്നിടത്താണ്, കുറഞ്ഞ റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകൾ ജീവിക്കുന്നിടത്താണ്. പണക്കാരുടെ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള എല്ലാ സ്ട്രീറ്റും എപ്പോഴും കാലിയാണ്, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അവിടെ. പക്ഷേ ചേരികൾ എപ്പോഴും ഭയങ്കര ക്രൗഡഡാണ്. അതായത് വലിയ സ്വപ്നമുള്ള ആളുകൾ കുറവായതുകൊണ്ട് തന്നെ യു ക്യാൻ ബി എ ലീഡർ ഈസിലി. ബട്ട് ടു ബിക്കം എ ലീഡർ യു ഹാവ് ടു ഡെവലപ്പ് യുവർ സെൽഫ് ഓൺ എ ഡെയിലി ബേസിസ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഗോൾ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് യു ഓൾവേസ് ടു സിറ്റ് ഓൺ ദ ടോപ്പ്. വലിയ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ, രാഷ്ട്രീയത്തിന്, നിങ്ങളുടെ സ്റ്റേറ്റിന്റെ ടോപ്പിൽ കയറിയിട്ട് ഇരിക്കാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ഹാവ് ദാറ്റ് മച്ച് ഗോൾ, ബിഗ് ആൻഡ് ബിഗ് ഗോൾ. ഇപ്പോൾ വലിയ സ്വപ്നമുള്ള ആളെയാണ് സമൂഹം ഉയരത്തിലെത്തിക്കുക. കാരണം എന്താ, വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഈസി അല്ല. ചെറിയൊരു കുന്ന് കയറാൻ പോകുന്നത് പോലെ അല്ല എവറസ്റ്റ് കടക്കിടക്കാൻ പോകുന്നത്. എഡ്മണ്ട് ഹിലാരി പറഞ്ഞത് അതാണ്, എവറസ്റ്റിനെ നോക്കിയിട്ട് പറഞ്ഞത് അതാണ്, എവറസ്റ്റ് ഞാനിപ്പോൾ നിർത്തി പോകുകയാണ്, പക്ഷെ ഐ വിൽ കം ബാക്ക്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഇനിയും വളരും, എൻ്റെ കഴിവുകൾ വളരും, എൻ്റെ കോമ്പിറ്റൻസി വളരും. പക്ഷെ നിന്റെ എവറസ്റ്റ് എന്ന് പറയുന്ന നിന്റെ വളർച്ച നിന്നു പോയതാണ്, നീ വളരില്ല. ഞാൻ വളരുമെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. തിരിച്ചു വന്നു കൂടുതൽ കരുത്തോടെ, കൂടുതൽ ട്രെയിൻ ചെയ്തിട്ട്, കൂടുതൽ കോമ്പറ്റൻസിയോടെ വന്ന് എവറസ്റ്റിനെ കീഴടക്കിയിട്ടാണ് പോയത്. ദാറ്റ് ഈസ് വാട്ട് ലൈഫ്. If you have a big goal, maybe you fail 100 times, but if you stick on the way, if you stick on the track, you will become a super powerful person and you can be a top leader in your position. So you should have a big goal. A വലിയ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുക. ചെറിയ ഗോളാണെങ്കിൽ ചെറിയ ഗോളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു ആവറേജ് ക്രൗഡിന്റെ ഇടയിൽ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഒരാളായി ജീവിക്കുക എന്ന് പറയുന്നതിലല്ല ലൈഫിൽ ത്രില്ലുള്ളത്. മറിച്ച് ടോപ്പ് ഈസ് ഓൾവേസ് എംപ്റ്റി മൈ ഡിയേഴ്സ്. കുന്നിന് മുകളിൽ എപ്പോഴും തിരക്ക് കുറവാണ്, ഉയരം കൂടും തോറും തിരക്ക് കുറവാണ്. പക്ഷെ ഉയരത്തിലേക്കുള്ള യാത്ര കുറച്ചേറെ പെയിൻഫുള്ളാണ്. ബട്ട് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ആൻഡ് ബിഗ് ഗോൾ യു ക്യാൻ റീച്ച് ദം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചെറിയ ഗോള് ഉണ്ടാക്കി, ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി അത് നേടിയിട്ട് ഇങ്ങനെ ഒപ്പിച്ച് ജീവിച്ചു പോകണമോ, തിരക്കുള്ള സ്ട്രീറ്റിലൂടെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കണമോ, ആരുമില്ലാത്ത ഹൈവേയിലൂടെ രാജാവിനെ പോലെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന കോമ്പിറ്റൻ്റ് ആയ വ്യക്തിയായിട്ട് വലിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കണോ? ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ബട്ട് ഇഫ് യു വാണ്ട് ടു സെറ്റ് എ ബിഗ് ഗോൾ, നിങ്ങൾക്ക് വലിയൊരു ഗോൾ സെറ്റ് ചെയ്യണം. ജീവിതത്തിൽ എൻ്റെ ഗോൾ അറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ഞാൻ അത് എത്തിച്ചേരേണ്ടത് ഒന്നും എനിക്കറിയില്ല, ഞാൻ പരാജയങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കഴിവെന്താണെന്ന് കണ്ടെത്തി നിങ്ങളുടെ ഇഷ്ടവും ഗോളും കണ്ടെത്താൻ സഹായിച്ചു ആ ഗോൾ 32 ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ എത്ര വലിയ ഗോളാണെങ്കിലും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാബിച്വൽ പ്രാക്ടിക്കൽ സെഷനാണ് 32 ഡേയ്സ് കോഴ്സ് എന്ന് പറയുന്നത്. 32 ദിവസം കൊണ്ട് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, സീക്രട്ട്, അത് ഒരുപാട് പുസ്തകങ്ങൾ, വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇന്നത്തെ കാര്യം ചെയ്യുക, എങ്ങനെയാണ് ഞാൻ ഏത് രീതിയിലാണ് അതിനുവേണ്ടി എൻ്റെ എനർജി മാറ്റേണ്ടത്, എങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എൻ്റെ ഡെയിലി ഹാബിറ്റ് ഞാൻ എങ്ങനെയാണ് മാറ്റേണ്ടത്, ഇത് പലർക്കും അറിയില്ല. ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്ന് ഡിസൈൻ ചെയ്ത് 32 ദിവസം കൊണ്ട് നിങ്ങളൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന പ്രോഗ്രാമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ 32 ഡേയ്സ് ക്ലാസ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലൈഫിൽ നിരന്തരമായ പരാജയങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വലിയ സാമ്പത്തിക തകർച്ചയും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ്, കടം ആകർഷിക്കുന്ന മൈൻഡ് സെറ്റ്, ഇതിനെല്ലാം റിമൂവ് ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമാണ് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ കോഴ്സ്. ഐ റിപ്പീറ്റ് അഗെയിൻ,
ഇതൊരു തിയറി കോഴ്സ് അല്ല, മറിച്ച് ഡെയിലി ലൈഫിൽ നമ്മൾ നിരന്തരം ചെയ്യേണ്ട 30 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ കോഴ്സാണ്. 1 വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു കാരണവശാലും. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി.